എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും ശരി, ഏതിൻ്റെ പേരിലായി കഴിഞ്ഞാലും ശരി, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ന്യായീകരിക്കാൻ പറ്റൂല. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോയാൽ പോരെ. എന്തിനാണ് ഈ പാവം കുഞ്ഞുങ്ങളെ? അതാരും നോക്കൂല. അവറ്റകളെ ആരാ നോക്കാനുള്ളത്? അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അത് നിങ്ങളില്ലെങ്കിലും ഈ ലോകം ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെല്ലാം ഇപ്പോൾ അസുഖം മൂലവും ആക്സിഡൻറ്റ് മൂലവും ഒക്കെ മരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ പിന്നീട് തിരിച്ചു വന്നിട്ട് കുഞ്ഞുങ്ങളെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. അല്ല, അറിയാതുകൊണ്ട് കേൾക്കുന്നതാണ്. അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, എന്നാൽ പിന്നെ എടുത്ത് കൊണ്ടുപോകും. ആരെയും കൊണ്ടുപോകുന്നുണ്ടോ? ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് ഒരു 10-70 വയസ്സുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമാണ്. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് 2 പേരും മരിച്ചു പോയതാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി അവർക്ക് എന്താ പറയണ്ടത്, വെള്ളം കാച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മമ്മക്ക് കഴിയില്ല. അത്രത്തോളം പ്രായം ചെന്നെയാണ്. എന്നിട്ടും അവർ ജീവിക്കുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നില്ലേ? അവർ സ്കൂളിൽ പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അവർ വളരും. അവർ വളർന്ന് അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ പോകും. എല്ലാവരുടെയും ഒരു ധാരണ ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പോകുമ്പോഴൊരു കാര്യം ഞാൻ മക്കളെയും കൊണ്ടങ്ങ് പോവുക. ഇതെന്താണെന്നറിയാം, ഇത് മറ്റുള്ളവരുടെ ദേഷ്യം തീർക്കലാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭർത്താവിൻ്റെ വീട്ടുകാരോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ മറ്റുള്ളവരോടോ ഉള്ള ദേഷ്യം തീർക്കൽ മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പാർലമെൻറ്റ് മന്ദിരം പോലത്തെ വലിയൊരു വീട്, ആ വീടിൻ്റെ അകത്ത് 5 പേരാണ് മരിച്ചിരിക്കുന്നതിൽ. അതിൽ 3 കുഞ്ഞുങ്ങൾ. ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥൻ എന്ന് പറയുന്നവൻ ആദ്യമേ പോയി. എന്തോ ഭാഗ്യത്തിന് ഓൻ പോകുമ്പോൾ ആരെയും കൂട്ടിയിട്ടില്ല. അയാളും ഇതേപോലെ തന്നെയാണ് മരിച്ചത്. അപ്പോൾ ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയും അവരുടെ അമ്മയും അതുപോലെ തന്നെ 3 കുഞ്ഞുങ്ങളും അവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്ത കുട്ടിക്ക് സുഖമില്ല, ഏതോ ഒരു കുട്ടിക്ക് സുഖമില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ഈ വാർത്തയിലൊക്കെ വരുന്നത്. അതൊക്കെ ഒരു ന്യായീകരണമാണോ? ഒരിക്കലുമല്ല. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളെ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ എല്ലാവരും വെറുതെ വിടണം. പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് പോവുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകളെ ആരും നോക്കും, അയ്യോ അവർ ഒറ്റയ്ക്കാകുമല്ലോ, അവർക്കാരുണ്ട് ഇനി എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ അവരെയും കൂട്ടാതിരിക്കുക. അത്രമാത്രമേ ഉള്ളൂ. ഇത് ന്യായീകരിക്കുന്നതല്ലേ, ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം കാണിക്കുമ്പോഴും കുട്ടികളെയും കൊണ്ടുപോകുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ വീട്ടിൽ വന്നിട്ട് എന്തിനാണ് അവർ ചെയ്തത്? ആ പാപം ഇനി ആ വീട്ടുടമ എന്ത് ചെയ്യും? വാടക വീടല്ലേ, ഇനി ആരെങ്കിലും വന്ന് താമസിക്കുമോ? വലിയ ഗടാഗൻ്റെ വീടാണ്, മറ്റേ ശങ്കരാടി പറഞ്ഞ ഗടാഗൻ്റെ വീടുണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെയുള്ള ആൾക്കാർക്ക് വാടക കൊടുത്തിട്ട് ഇനിയിപ്പോൾ ആ വാടകയ്ക്ക് ആരെങ്കിലും ആ വീട് എടുക്കാൻ വരുമോ? ശരിയാണോ? ശരിയാണ്. ഒരു വലിയൊരു മനുഷ്യനെയും കൂടിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം ഇനി ഒരാൾ വാടക വീട് ചോദിച്ചാൽ ഇവരെ കൊടുക്കത്തില്ല. ആ ഒരു ഗതിയിലേക്കാണ് പോകുന്നത്. ഓരോരോ ആൾക്കാർ കാണിക്കുന്ന തോന്നിയവാസം തന്നെയാണ്. എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാൽ അവർക്ക് 100 ന്യായീകരണം ഉണ്ടാകും. ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവ് ഇതായിപ്പോയി എന്നൊക്കെ ഉണ്ടാകും. പക്ഷേ അവരുടെ ആ വാടക വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ സാമ്പത്തികപരമായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ അവരെ കുറ്റപ്പെടുത്തുന്നവർ, അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവില്ലടോ. അതായത് സ്വന്തം വീട്ടിലും കുറേ ആൾക്കാരുണ്ടാവില്ലേ? അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നവൻ്റെ മുന്നിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ജീവിച്ചാൽ പോരെ? ഈ ഭർത്താവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ജീവിക്കണം എന്നില്ല എന്തെങ്കിലും നിയമമുണ്ടോ? അല്ല എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറ്റപ്പെടുത്തുന്നവൻ അവിടുന്ന് കുറ്റപ്പെടുത്തട്ടെ, പറയുന്നവൻ പറയട്ടെ. ഞാനും എൻ്റെ മക്കളും ജീവിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറവും പിടിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പ്രേമൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചപ്പോൾ, അതായത് ഒറ്റ പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു ടീമുണ്ടായിരുന്നു. അത് എന്താ അവരുടെ പേര്, ഉത്രജ എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ ഉള്ളത്. ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ച് ഇപ്പം നല്ല സുഖത്തിലാണ്. അപ്പോൾ അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഒരു കുടുംബത്തെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കടം കയറി മുടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോയായിരുന്നു. അയാൾ കുട്ടികളെയോ ഭാര്യയോ ഒപ്പം കൂട്ടിയില്ല. ആ കുട്ടികൾ പിന്നീട് വളർന്നു, അതുപോലെ തന്നെ നല്ല നിലയിലെത്തി. ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ജോലി ചെയ്ത് അവരെ സഹായിക്കാൻ 100 പേരുണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ അന്നത്തെ ഗവൺമെൻറ് വരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇനി ആ കുട്ടികൾ അവിടെ ബാക്കിയായിപ്പോയി ഇവർ പോയി കഴിഞ്ഞാലോ ആ കുട്ടികൾ എങ്ങനെയെങ്കിലും വളരും. അതാണ്, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആദ്യം കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കും. മനുഷ്യന് മറവി രോഗം തന്നത് വെറുതെ ഒന്നുമല്ല. എപ്പോഴും മറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എപ്പോഴും മരിച്ചാളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ? ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നില്ലേ? എന്തിനധികം പറയുന്നത്, കുട്ടികൾ നഷ്ടപ്പെട്ട അമ്മമാർ ജീവിക്കുന്നില്ലേ? അതുപോലെ അമ്മമാർ നഷ്ടപ്പെട്ട മക്കൾ ജീവിക്കുന്നില്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലും മലയാളികൾക്കൊരു കാര്യമാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവുമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഏകദേശം ചിത്രം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീയുടെ ഭർത്താവ് എന്തുകൊണ്ടാണ് മരിച്ചത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അതായത് അതിൽ പറയുന്നതിലും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, മരിക്കാൻ പോകുന്നവർ അങ്ങ് ഒറ്റയ്ക്ക് മരിക്കാൻ പോവുക. അല്ലാതെ ഇവരെയൊക്കെ കൂട്ടിയിട്ട് എന്ത് ന്യായീകരണം പറയണ്ടേ? ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് പറയും, താൻ നോക്കോടോ ആ കുഞ്ഞുങ്ങൾ വയ്യാത്ത കുട്ടിയില്ലടോ, എടോ ഇതൊക്കെ ഉണ്ടടോ. ഇതിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാലാഖമാരുണ്ട്, നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾ ഇതൊന്നും കാണാതെ അവരെയും കൂടി ഒരുമിച്ച് കൂട്ടുക. നിങ്ങൾ കണ്ടതല്ലേ പണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂരുന്ന ഒരു സ്ത്രീ പോകുമ്പോൾ അവർ 2 മക്കളെയും കൂട്ടിയിട്ടാണ് പോയത്. എന്തിൻ്റെ ആവശ്യമായിരുന്നു? ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ
അയാളിപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? ആ ചെറുക്കൻ ഇപ്പോഴും ജീവിച്ച്, കുറച്ച് പ്രയാസം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മരണം ഒന്നിനൊരു പരിഹാരമല്ല. ജീവിക്കുകയാണ് വേണ്ടത്, ജീവിക്കുകയാണ് വേണ്ടത്. ആ ജീവിതത്തോട് നമ്മൾ പൊരുതുകയാണ് വേണ്ടത്. ഈ ജീവൻ നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും അങ്ങ് ഉപേക്ഷിച്ച് പോകാനല്ല, നമ്മൾ ജീവിക്കണം. എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും മരണം മരണം മരണം. അതായത് നിങ്ങൾ ഒരു കാര്യം ആദ്യം ആലോചിക്കുക, എന്താ വെച്ചാൽ ഈ മുടിഞ്ഞ അഭിമാനം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അത് ജീവിതത്തിൽ നിന്ന് ആദ്യം തന്നെ എടുത്തങ്ങ് തൂക്കി വെളിയിലെറിയണം. അത് വെളിയിലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒരു മനുഷ്യന്മാരെയും പേടിക്കേണ്ട. ഈ അഭിമാനം മണ്ണാങ്കട്ടാന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് മുതലെന്ന് പറഞ്ഞാൽ കാരണവന്മാർ ഉണ്ടാക്കിയതാണ്. പണ്ട് ഏതോ ഒരാൾ പറയുന്നത് പോലെ, അതായത് ഏതോ ഒരു കടയിൽ പോയപ്പോൾ ആ സ്ത്രീ അവിടുന്ന് അത് തുടച്ച് വൃത്തിയാക്കുമ്പോഴൊന്നും അവിടെ ചെരുപ്പ് അയച്ചു വെച്ചാന്ന്, അതിൻ്റെ പുറകെ വരുന്ന എല്ലാവരും അവിടെ ചെരുപ്പ് അയച്ചു വെച്ചിട്ടാണ് പിന്നെ ആ കടയിലേക്ക് കയറുന്നതെന്ന്. അതായത് ഏതോ ഒരുത്തൻ പണ്ട് കാലത്ത് എന്തോന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതും പിടിച്ചിട്ട് ഇപ്പം കേരള എല്ലാവരും ഒരു 108 ജാതകക്കാർ. അതുപോലെ തന്നെ കല്യാണം കഴിയുമ്പോഴേക്ക് എന്ത് പ്രശ്നം വന്നാലും ജാതകദോഷം, എന്ത് പ്രശ്നം വന്നാലും കുറേ പൂജകൾ, എന്ത് പ്രശ്നം വന്നാലും കുറേ കർമ്മങ്ങൾ. ഇതാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യം എന്നാ വേണ്ടതെന്ന് അറിയാം, നിങ്ങൾക്ക് കടമുണ്ടോ, നിങ്ങൾക്ക് എന്തോ അലക്കേണ്ട, എന്തെന്നായി കഴിഞ്ഞാൽ ഞാൻ ജീവിക്കും, ഇതല്ല ഇതിനപ്പുറവും ഞാൻ പോകും, അതാണ് ആദ്യം നോക്കേണ്ടത്. പിന്നെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണ് ജീവിക്കുന്നത്. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട്, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ വീടൊക്കെ എടുക്കണമെങ്കിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ വേണം. കുറേ വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീടാണ്. അതിനെങ്ങനെയായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയത് ഒരു 30,000 രൂപ വാടക കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനത്തെ ഒരു വീടെടുത്തത്. ഇനിയിപ്പോൾ അവർക്ക് കുട്ടിയുടെ ചികിത്സക്കാണ് വന്നതെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെറിയൊരു വീടൊക്കെ എടുക്കാമല്ലോ. പക്ഷെ അവർ അതിനൊന്നും പോയിട്ടില്ല. അവർക്ക് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അവരുടെ സാമ്പത്തിക ശേഷിയൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഭർത്താവ് ഇങ്ങനെ ചെയ്തത്, അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ അഭിമാനം, കുറേ ആൾക്കാരുടെ മണ്ണാങ്കട്ട, കുറേ ആൾക്കാരുടെ നോക്കൽ, ഇതൊക്കെ കണ്ട് അതിജീവിച്ച് ജീവിക്കണമെങ്കിൽ കുറച്ച് കാര്യമുണ്ട്. പക്ഷെ അതിനെന്താ പറയുക, ഈറ്റങ്ങളോടുള്ള പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് വരുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയി മരിക്കലല്ല വലിയൊരിത്. ചില ആൾക്കാർ പറയാം എനിക്ക് ഭയങ്കര കടമാണ്, കടം ഉണ്ടെങ്കിൽ ആ വിറ്റിട്ട് അങ്ങ് തീർക്കടോ, തീർത്തിട്ട് എത്ര ഇവിടെ വാടക വീട് കിട്ടത്തില്ലേ. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ജീവിക്കണം എന്നില്ല, നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കാം, അത് മനസ്സിലാക്കി. അല്ലാതെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഹിന്ദിക്കാരെല്ലാം കണ്ടിട്ടുണ്ടോ, അവരാരെങ്കിലും പോയിട്ട് എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യത്തിൽ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുന്നുണ്ടാ. അവരുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. അതായത് ഹിന്ദിക്കാരൊക്കെ നമ്മൾ ഈ പിന്നെ എന്നാൽ ഉത്തരേന്ത്യ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുടിലായിരിക്കും. പക്ഷേ ആ കുടിലിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞാൽ ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഒരു 7 മണിയിലാവുമ്പോൾ എല്ലാവരും വന്നിട്ട് ഭക്ഷണം കഴിക്കും. അവിടെ ആർക്കും ഒരു ഈഗോ ഇല്ല, അല്ലെങ്കിൽ അവൻ വലിയവനാണ് ഇവൻ ചെറിയവനാണെന്നില്ല. അവൻ്റെ സന്തോഷവും അവൻ്റെ ഇതുമാണ് അവൻ്റെ ഒരു വലിയൊരു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മലയാളികൾ അങ്ങനെയല്ല. മലയാളികൾ എന്ന് പറഞ്ഞാൽ 108 ആൾക്കാരെ നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെന്ത് വിചാരിക്കും, ഇവനെന്ത്, ഇതന്നെ മലയാളികളുടെ ശാപം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ജീവിതത്തിൽ നമുക്ക് അസുഖം ഉണ്ടാകും, അതുപോലെ പ്രശ്നങ്ങളുണ്ടാകും, സകല സംഭവം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഇതൊക്കെ ഇല്ലേ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വരുന്നിടക്ക് വെച്ച് കാണാം. ഇനിയിപ്പോൾ നാളെ എന്നാ നടക്കുമെന്ന് ചോദിച്ചിട്ട് ഇന്ന് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ പോകേണ്ടത് അങ്ങ് പോയിക്കോളുമായിരുന്നു. നമ്മളിവിടെ അത് നോക്കി ഇങ്ങനെ നിൽക്കൊന്നും വേണ്ട. പണ്ട് ഏതോ ഒരാൾ പറയുന്ന പോലെ എന്ന് വെച്ചാൽ മരിക്കണം എന്ന് വിചാരിച്ചിട്ട് അയാൾ മറ്റേ മാവിൻ്റെ മുകളിൽ കയറി ആ കൊമ്പ് പൊട്ടി താഴെ വീണിട്ട് പിന്നെ കുറേ നാൾ കിടപ്പിലായ ഒരു കഥയുണ്ടായിരുന്നു. അതേപോലെയാണ് മലയാളികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ജീവനുള്ളിടത്തോളം കാലം ജീവിക്കുക. പിന്നെ വേറെ ഒരു കാര്യം, ഇതിൻ്റെ അകത്തുള്ള സംശയം എന്താണെന്നറിയാം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വീടെടുത്തത്, അതുമാത്രമല്ല ഓണർ വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു പോലും അവിടെ ആൾക്കാരുണ്ടോ എന്നറിയില്ല, എന്താണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ്. എന്താണ് സംഭവം ഒന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ വല്ല ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ വല്ല എന്താ പറയേണ്ടത്, നമ്മുടെ നാടാണ്, പറയാനൊന്നും പറ്റില്ല. ഒരുപാട് കള്ളസ്വാമിമാരും അതുപോലെ തന്നെ കള്ള സന്യാസിമാരും മറ്റേവരില്ല സ്ഥലമാണ്. എന്താ പൂജയും കാര്യങ്ങളും വല്ലതും ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണെന്നറിയാം, അത് കഴിഞ്ഞു, അവരെന്തോ ഭർത്താവിൻ്റെ മരണം കൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തേടി പോയി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. നന്ദി നമസ്കാരം കേട്ടാ. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിക്കടോ, എന്തേനും ഇങ്ങനെ പോയിട്ട് മരിക്കുന്നത്, ആസ്വദിച്ച് ജീവിക്കാറുണ്ട്. മനസ്സിലായ? ഇങ്ങനെ പറക്കട്ടെ പറവകളെ പോലെ. ബൈ ബൈ.